ഞാൻ പറഞ്ഞതിന്റെ കാര്യം, കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് മാറ്റുന്ന അനുഭവമാണ് അനേക രാജ്യങ്ങളിലുള്ളത്. ദൈവം വേണ്ട. ഈ സമയത്ത് നമ്മൾ എങ്ങനെ കർത്താവിന് വേണ്ടി ഒരുങ്ങാം? ഒന്നാമത് നമ്മൾ പറഞ്ഞ കാര്യം, മത്തായി സുവിശേഷം 26:41 പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കണം. അപ്പൊ പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ദുരുപദേശം, കള്ളപ്രവാചകന്മാർ, കള്ളപ്രസോലന്മാർ, കള്ളക്രിസ്തുക്കൾ. അങ്ങനെയാണെങ്കിൽ ദുരുപദേശമില്ലാത്ത നല്ല ഉപദേശം പഠിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം, ദൈവവചനം അഭ്യസിക്കണം. വചനമല്ലാതെ, വചനം ഒരു കണ്ണാടിയാണ്. തെറ്റെന്ത് ശരിയെന്തെന്ന് നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന പുസ്തകമാണ്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. അത് നമ്മളെ സൗഖ്യമാക്കാനും നമ്മുടെ നിരൂപണങ്ങൾ മനസ്സിലാക്കി സത്യത്തിന്റെ വഴി പറഞ്ഞു തരാനുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല, നാം വചനം പഠിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റി നാം ഒരുങ്ങണം. മൂന്നാമത്തെ കാര്യം, നാം എന്ത് ചെയ്യണം? സഭാകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. എന്താ പാസ്റ്റർ എന്ന് പറയണേ? സഭയിലെ ആൾക്കാർ കൃത്യമായിട്ട് വരാൻ വേണ്ടി ഉണ്ടാക്കി പറയണതാണോ? അല്ല. ഒന്ന് വായിച്ചു നോക്കൂ. എബ്രായ ലേഖനം 10:25 ഒന്ന് വായിച്ച്. എബ്രായ ലേഖനം 10:25 സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് വളരെ ഒന്ന് പതുക്കെ. നാം സമീപിക്കുന്നു എന്ന് കാണുന്തോറും സഭായോഗങ്ങൾ നമ്മൾ ഉപേക്ഷയാക്കരുതെന്ന് എഴുതിയിട്ട് അവിടെ ലേഖനകർത്താവ് നമ്മോട് ആവശ്യപ്പെടുക, നാളടുത്തു വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിന്റെ എണ്ണം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. വീട്ടിൽ വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം. ബൈബിൾ സ്റ്റഡി ഇല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിക്ക് വരണം. ഇല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി എന്റെ വീട്ടിൽ നടത്തണം എന്ന് പറയണം. എണ്ണം കൂട്ടണം എന്ന്. കോട്ടേജ് മീറ്റിങ്ങുകളുടെ എണ്ണം കൂട്ടണം. സഭയിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ വർദ്ധിക്കണം. എന്തുകൊണ്ട്? എന്തിനു വേണ്ടി? അതായത് ലോകത്തിൽ നിന്ന് നമ്മളെ നിരാശപ്പെടുത്തുന്ന, തളർത്തുന്ന പ്രലോഭനത്തിന്റെ അനേക കാര്യങ്ങൾ വരുമ്പോൾ കർത്താവ് പറയാ, എന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി നിങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ആന്റണി ബ്രദർ എന്നെ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. പാസ്റ്ററെ, കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. കർത്താവിന്റെ വരവ് എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വചനം പഠിക്കണം. പീറ്റർ ബ്രദർ പറഞ്ഞു, നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. വീണുപോകാൻ സാധ്യതയുള്ള അനേകരുണ്ട്. നമ്മുടെ മക്കള് സ്കൂളിൽ പോയിരിക്കുക, നമ്മുടെ മക്കള് ഹയർ സ്റ്റഡീസ്ക്ക് പോയിരിക്കുക. അവർ വീഴാതിരിക്കുക നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. വേറെ ആള് പറയാണ്, നമുക്ക് നന്നായി ദൈവത്തെ ആരാധിക്കണം, നമുക്ക് ശക്തി കിട്ടണം, നമുക്ക് ബലം കിട്ടണം, നമുക്ക് കൃപാവരങ്ങൾ ഉണ്ടാവണം, നമുക്ക് ആത്മീയ വർധന പ്രാപിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് കൂടി വരേണ്ടത്. അല്ലാണ്ട് കുറ്റം കണ്ടുപിടിക്കാനോ ഇത് ചെയ്യാനല്ല. കുറ്റം കുറവുള്ളവരൊക്കെ മനുഷ്യരുണ്ടാവും. അവരുടെ കുറ്റം നികത്തുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്താനാണ് കുടിവരുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശരിയാണോ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വിപിൻ ചെന്നൈയിലേക്ക് പോയപ്പോ സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അവന് ചെന്നൈയിലേക്കുള്ള ട്രെയിൻ ഗേറ്റ് അവൻ പോയിട്ട് ഞാൻ ഇന്നലെ പാസ്റ്ററെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് റേഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയിരിക്കായിരുന്നു, അവിടേക്ക് റേഞ്ച് കിട്ടിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ കിട്ടിയില്ല. എന്നോട് പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ അവന് നല്ല കൂട്ടുകാരെ കിട്ടണം. എന്ത് കിട്ടണം? അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ആരെങ്കിലും ദൈവം അവിടെ അയക്കണം. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവര് വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളന്ന് ആ ദിവസം പ്രാർത്ഥിച്ചു. ശരിയല്ലേ? എന്ത് പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന്, പ്രാർത്ഥിക്കുന്നതിന് കാക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ, നമ്മുടെ കൂട്ടുവിശ്വാസികളെ സൂക്ഷിക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയില്ലേ? അപ്പൊ പ്രാർത്ഥിക്കണം, ദൈവവചനം വായിക്കണം, അതുപോലെ തന്നെ സഭയിൽ കടന്നു പോകണം,
ഇനി അത് മാത്രമാണോ? കർത്താവിന്റെ വരവിന് ഒരുങ്ങണമെങ്കിൽ നാം സുവിശേഷം അറിയിക്കണം. നമ്മൾ സുവിശേഷം അറിയിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ഡിസൈപ്പിൾഷിപ്പിൽ ക്ലാസ് എടുത്തു. ഒരു സാക്ഷ്യം പറയുമ്പോൾ എന്തൊക്കെ പറയണം? എത്ര പേര് കൊണ്ടുവന്നു? 3 പേര്. പീറ്റർ ബ്രദർ എനിക്ക് കൊണ്ടുവന്നു. ഇപ്പൊ വായിക്കണില്ല. എനിക്ക് സന്തോഷമുണ്ട്. ഒരാൾ കൊണ്ടുവന്നത് ഒരു പേജില് പേപ്പർ കൊടുത്തു. അയ്യോ പേപ്പർ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് വരാതിരിക്കാതിരിക്കാം. സിസ്റ്റർ ജോളി ബാബു പറഞ്ഞു, എൻ്റെ വലിയ അക്ഷരമായതുകൊണ്ട് 2 പേജ് വന്നു. ഞാൻ ചോദിച്ചു, കുറഞ്ഞ മിനിറ്റിൽ പറയാൻ പറ്റുമെന്ന് വെച്ചു. പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ബ്രദർ പീറ്റർ മാമ്പ്ര പൈങ്കാവ്. എന്തിനിതിപ്പോ എഴുതിപ്പിച്ചെന്നറിയോ? അതായത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ സാക്ഷ്യം പറയും? 6 മിനിറ്റ് കിട്ടിയാൽ എങ്ങനെ പറയുമെന്ന് ചോദിച്ചു. എങ്ങനെ പറയും ജോളി സിസ്റ്റർ? 6 മിനിറ്റ് കിട്ടിയാൽ 2 മിനിറ്റ് എന്ത് പറയും? ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, എങ്ങനെയുള്ളവളായിരുന്നു. അടുത്ത 2 മിനിറ്റ് എനിക്ക് വേണ്ടി എന്താ ചെയ്ത്, ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടത്. 3. മൂന്നാമത്തെ കാര്യം, ക്രിസ്തു വന്നതിന് ശേഷം, ഞാനൊരു ദൈവവൈതലിനായ ശേഷം എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. ഞാൻ അവരോട് ഒരു ഉദാഹരണം പറഞ്ഞു. ചാലക്കുടി നിന്ന് കയറി ആളൂർ വരെയുള്ള സമയമുണ്ട്. ഒരു സഹോദരി ചോദിച്ചു, എവിടേക്കാ പോണേ? നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകണം. ആ സഹോദരി എന്തൊരു താല്പര്യം കാണിച്ചു. നമുക്ക് 6 മിനിറ്റ് സമയമുണ്ട് എവിടെ എത്താനായിട്ട്, ആളൂർ എത്താൻ. ഈ 6 മിനിറ്റ് കൊണ്ട് നമുക്ക് സുവിശേഷം പറയാൻ പറ്റുമോ എന്നാണ്. ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ ഒരാഴ്ച എൻ്റെ ഫുൾ സാക്ഷ്യം. ഒരാഴ്ച ആരെങ്കിലും ഇന്നത്തെ കാലത്ത് കിട്ടും? ഒരാഴ്ച പോയിട്ട് 5 മിനിറ്റ് പറയുമെങ്കിൽ അവരവരുടെ പാട്ട് നോക്കി പോകും. 4 മിനിറ്റ് 4 മിനിറ്റിൽ പറയണം. 3 മിനിറ്റ് 3 മിനിറ്റ് പറയണം. 6 മിനിറ്റ് 6 മിനിറ്റ് പറയണം. അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പറയണം. കൂടുതൽ സമയം കൊണ്ട് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾ കേൾക്കാൻ അവർ തയ്യാറാവും. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷം പറയും. അത് കർത്താവിന്റെ വരവിന്റെ ഒരുക്കമാണ്. അവസാനത്തെ കാര്യം, നാം കാത്തിരിക്കണം, നാം ജാഗരിച്ചിരിക്കണം. ആർക്കാണ് ഈ ജാഗരണം? ആർക്കാണ് ഈ കാത്തിരിപ്പ്? ആർക്കാ കാത്തിരിപ്പ്? ഒരാൾ വരുമെന്ന് ഉറപ്പുള്ളവനാ കാത്തിരിക്കുന്നു. ശരിയാണ്. കർത്താവ് പറഞ്ഞു, 5 മണവാട്ടികൾ എങ്ങനെയായിരുന്നു? ബുദ്ധിയുള്ളവരും. 5 പേര് എല്ലാവരും വേഷവിധാനത്തിൽ ഒരുങ്ങിയിരുന്നു. പക്ഷെ എല്ലാവരും ഈ അന്ത്യകാലത്തിന്റെ ലക്ഷണത്തിൽ ഉറങ്ങിപ്പോയി. ഞാൻ അങ്ങനെ പറയണേ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉണർന്നിരിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലെന്ന്. അത്രമാത്രം ദുഷ്കരമാ കാലഘട്ടം. ഉറങ്ങിപ്പോകും. അക്ഷരാർത്ഥത്തിൽ ഉറങ്ങിപ്പോയില്ല, ആത്മീയത്തിൽ ഉറങ്ങിപ്പോകും. പക്ഷേ ആ സമയം അടുത്തു വരുമ്പോൾ നമ്മൾ എഴുന്നേക്കും. അവിടെയാണ് വ്യക്തിപരമായി നമുക്ക് ഒരുക്കമുണ്ടോ എന്നുള്ള ചോദ്യം. അത് 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. അവർ വിളക്കെടുത്തപ്പോൾ വിളക്കിനോടുകൂടി എണ്ണയും എടുത്തു. അവര് കർത്താവിനോടുകൂടി കടന്നുപോയി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമുണ്ട്. ഒരുക്കം എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യാശയുണ്ട്, അതിന് ജീവിത വിശുദ്ധിയുണ്ട്, അതിന് മാനസാന്തരമുണ്ട്. നമ്മൾ എന്തു ചെയ്താലും നമ്മളെ കർത്താവ് നേരെയാക്കുന്നത് നമ്മളെ നേരെ ചൊവ്വയുള്ള ജീവിതം നോക്കിയല്ല, നേരെ ചൊവ്വയുള്ള നമ്മുടെ കർത്താവിന്റെ രക്തനിമിത്തം. അതുകൊണ്ട് നാം വീണുപോയാൽ, നാം ബലഹീനരായാൽ ഉടനെ തന്നെ റിപ്പന്റ് ചെയ്ത് ഉടനെ തന്നെ മാനസാന്തരപ്പെട്ട് ഒരുങ്ങിക്കൊള്ളണം. അപ്പോ 5 കാര്യങ്ങൾ. 1, പ്രാർത്ഥിക്കണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവവചനം, സത്യവചനത്തിന് സാക്ഷിയാകാൻ സത്യവചനം നോക്കണം. നമ്മൾ സഭയിൽ കടന്നു പോകണം. പരസ്പരം എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. സുവിശേഷം എന്ത് ചെയ്യണം? അറിയിച്ചുകൊണ്ടിരിക്കണം. നാം ഒരുക്കത്തോടെ കാത്തിരിക്കണം. കർത്താവ് എപ്പോ വേണമെങ്കിലും വന്നോട്ടെ. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന കർത്താവ് എപ്പോ വേണമെങ്കിലും വന്നോട്ടെ. അതിനെക്കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ നമുക്ക് കാര്യമില്ല. അത് കഷ്ടത്തിലൂടെ കടന്നു പോകുമോ അല്ലാണ്ട് കടന്നു പോകും. ആരെയൊക്കെ കർത്താവ് കഷ്ടത്തിലൂടെ കടത്തിവിടാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ഒരു കാര്യം ഉറപ്പാ, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനെ കർത്താവ് രക്തസാക്ഷിയാക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ രക്തസാക്ഷിത്വത്തിന്റെ നടുവിൽ കർത്താവിനെ കാണുന്നവനും സ്വർഗം തുറന്നത് കാണുന്നവനും തന്നെ ദ്രോഹിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തവനെയാ
കർത്താവ് ആദ്യത്തെ രക്തസാക്ഷിയാക്കിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ കർത്താവ് നമ്മെ ആക്കിച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊള്ളാകുന്നവരാകുവാൻ ഈ സന്ദേശം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി.